കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് പേരാവൂരിൻ്റെ വികസനമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഇങ്ങ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം, അല്ലെങ്കിൽ ഇപ്പോൾ പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമാണ് ഭരിച്ചത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് നാം തയ്യാറെടുക്കുമ്പോൾ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നാം ഒന്ന് കണ്ണോടിക്കേണ്ടത് അനിവാര്യമാണ്. ഒന്ന്, അതൊരു മലയോര പ്രദേശമാണ്. കാട്ടാനയും വന്യമൃഗശല്യവും ആനമതിലും ഒക്കെ നിരന്തരം, പ്രകൃതിക്ഷോഭമൊക്കെ നിരന്തരം ചർച്ചയാകുന്ന ഒരു പ്രദേശം. മലയോര കർഷകരുടെ ഈ മണ്ണിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്, ഇനി നടക്കാൻ എന്തൊക്കെ ബാക്കിയുണ്ട്, എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകി, എന്തൊക്കെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കി, പാതി വഴിയിൽ എന്തെല്ലാം ഉപേക്ഷിച്ചു, അറിയണം നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിലെ പ്രമുഖരായ 3 നേതാക്കൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അതിലൊരാൾ ബിനോയ് കുര്യനാണ് ഇടതുപക്ഷത്ത് നിന്ന്. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ ലിസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ജയപ്രകാശ് കുട്ട BJP നിന്ന്. അങ്ങനെ 3 പേരും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ട് ബിനോയ് കുര്യനിൽ നിന്ന് തുടങ്ങാം. ബിനോയ്, കഴിഞ്ഞ 10 വർഷം തന്നെ പറയണം, ഇടതുപക്ഷമാണ് ഭരിച്ചത്. MLA ആരായാലും വികസനം കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും എത്തണമല്ലോ. പേരാവൂരിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടത്തിയത്? പേരാവൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലുടനീളം 140 മണ്ഡലങ്ങളിലും ഈ കഴിഞ്ഞ 10 വർഷം സമാനതകളില്ലാത്ത വികസനം നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. കേരളത്തിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 57 മുതൽ ഇങ്ങോട്ടേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 57 മുതൽ 2016 വരെ എടുത്താൽ ആ കാലിൽ നടന്നതിനേക്കാൾ കൂടുതൽ വികസനം എല്ലാ മേഖലയിലും കേരളത്തിൽ നടന്നൊരു കാലമാണ് 10 വർഷം. അതിനനുസരിച്ചുള്ള വികസനം പേരാവൂർ മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എടുത്തു പറയാം, 2-3 എണ്ണം പറഞ്ഞാൽ ഉടൻ സ്ട്രൈക്ക് ചെയ്യുന്ന. തലശ്ശേരി വളവുപാറ റോഡ്, അത് അവിടെ പാതി വഴി കടന്നാണ്. ഈ ഗവൺമെൻറ് വന്ന ശേഷമാണ് അത് പൂർത്തിയാക്കിയത്. മലയോര ഹൈവേ പേരാവൂർ മണ്ഡലത്തിൽ കൃത്യമായി പറഞ്ഞാൽ കൂമന്തോട് മുതൽ, പായ പഞ്ചായത്തിൽ കൂമന്തോട് മുതൽ മണത്തണ വരെയും അമ്പായത്തോട് വരെയുമുള്ള ഭാഗം, അതിൽ മണത്തണ വരെയുള്ള ഭാഗം 2 ഘട്ടങ്ങളായി നവീകരിച്ചു. ആദ്യഘട്ടം മെക്കാഡം ടാർ ചെയ്തു. പിന്നെ മലയോര ഹൈവേൻ്റെ നിലവാരത്തിലേക്ക് വരുത്താൻ ഇപ്പോൾ വീണ്ടും 56 കോടി രൂപ അനുവദിച്ച് ഏതാണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു. അപ്പോൾ മലയോര ഹൈവേയുടെ ഒരു കൺസെപ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ഈ ജില്ലയിലെ എല്ലാ ഭാഗവും പൂർത്തിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പേരാവൂർ മണ്ഡലത്തിലൂടെയാണ് അതിൻ്റെ വലിയ ഭാഗം കടന്നു പോകുന്നത്. അത് കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മുടെ ആസ്പത്രികൾ, 2 താലൂക്ക് ആസ്പത്രികൾ ഈ മണ്ഡലത്തിലുണ്ട്. 2 CHC ആയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് 2 ആസ്പത്രികളും താലൂക്ക് ആസ്പത്രിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്. ആ 2 താലൂക്ക് ആസ്പത്രിയിലും കോടിക്കണക്കിന് രൂപയാണ്, എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ 56 കോടി രൂപയാണ് ഇരിട്ടി താലൂക്ക് ആസ്പത്രിക്ക് വേണ്ടി അനുവദിച്ച് നില കെട്ടിട നിർമ്മാണം നടന്ന് അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കാണ്. പേരാവൂർ താലൂക്ക് ആസ്പത്രിക്ക് 54 കോടിയാണ്, 54 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം നടന്നു. ആരംഭിക്കാൻ കുറച്ച് വൈകിട്ടുണ്ട്. അവിടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും മറ്റുള്ളതുകൊണ്ട് വൈകിട്ടുണ്ട്. താലൂക്ക് ആസ്പത്രി മാത്രമല്ല, കീഴ്പള്ളി CHC 4 നില കെട്ടിടം 11 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്നു. വള്ളിത്തോട് ആസ്പത്രി, ആർല ഫാമിലെ ആസ്പത്രി, ആർല ഫാമിൽ തന്നെ ജില്ലയിലെ 2ാമത്തെ ഹോമിയോ കിടത്തി ചികിത്സയുള്ള ഹോസ്പിറ്റലുള്ളത് ആർല പഞ്ചായത്തുള്ള ആർല ഫാമിലെ ആണ്. അപ്പോൾ ആ നിലയിൽ ആരോഗ്യരംഗത്ത് സ്കൂളെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 10-50 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്കൂളിൽ ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. മണത്തണ സ്കൂള്, അതുപോലെ തന്നെ പാല ഹയർ സെക്കൻഡറി സ്കൂള്, ചാവശ്ശേരി ഹയർ സെക്കൻഡറി, ആർല സ്കൂള്, ആർല ഫാം സ്കൂള്, പിന്നെ ഗവൺമെൻറ് UP സ്കൂളെല്ലാം, വിളക്കോട് സ്കൂൾ, എല്ലാ സ്കൂളും 1 കോടി മുതൽ 6 കോടി രൂപ വരെയാണ് അനുവദിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെയൊക്കെ ഒരു ചിത്രങ്ങൾ മാറി. ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളിലും കേരളത്തിൽ, ഇത് ഇവിടെ മാത്രമല്ല, ഇത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും വന്നിട്ടുള്ള മാറ്റം, എല്ലാ ആസ്പത്രിയിലും വന്നിട്ടുള്ള മാറ്റം, മലയോര ഹൈവേ കേരളത്തിലായുള്ളതാണ്. ഇതിൻ്റെ ഒരു ഭാഗമായി പേരാവൂർ മണ്ഡലത്തിൽ ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തിരിച്ചു വരാം. ലിസി, കേരളത്തിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ അത്ര വികസനം എന്ന് പറഞ്ഞാൽ എടുത്തു പറയുകയാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഗതാഗതം, ഇതാണ് ഒരു നാടിൻ്റെ മുഖം മാറ്റുന്ന പ്രധാനപ്പെട്ട 3 മേഖല. ഇത് തന്നെയാണ്. ഇത് 3 വരും ഒരു നാടിൻ്റെ വികസന സ്വഭാവം മൊത്തം മാറും. അത് കൃത്യമായിട്ട് ബിനോയ് എണ്ണി പറയുന്നു. സണ്ണി ജോസഫ് MLA ആയിരുന്നു 3 ടൈം. MLA എന്ന നിലക്ക് കോൺട്രിബ്യൂഷൻ
ഇത് പൊതു നിലവാരത്തിലുണ്ടായ സംസ്ഥാന സർക്കാരിൻ്റെ കാഴ്ചപ്പാടുണ്ടായ വികസനങ്ങളാണ്. MLAയുടെ ഒരു കാഴ്ചപ്പാട് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? 15 വർഷമായി സണ്ണി ജോസഫ് പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിട്ട് തുടരുകയാണ്. അതിനകത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമാണ് ഇരിട്ടി താലൂക്ക് എന്ന് പറയുന്നത്. തലശ്ശേരി വരെ ഉളിക്കലിൻ്റെ മലയോര മേഖലയിൽ നിന്നും കൊട്ടിയൂരിൻ്റെ പാൽച്ചുരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും തലശ്ശേരിയിൽ പോയി ഒരു താലൂക്ക് ഓഫീസിലെ സേവനങ്ങൾ നേടേണ്ടിയിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഇരിട്ടിയിലേക്ക് എത്തി എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ സാധിക്കുന്ന വിധത്തിൽ കേന്ദ്രീകൃതമായ ഒരു താലൂക്ക് സംവിധാനം ഇരിട്ടിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നേട്ടങ്ങളിൽ പെട്ടതാണ്. താലൂക്ക് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് അനുബന്ധ സ്ഥാപനങ്ങളും കൊണ്ടുവന്നു എന്നുള്ളതാണ്. സപ്ലൈ ഓഫീസ്, ജോയിൻ്റ് RTO ഓഫീസ്, സഹകരണ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ഓഫീസ്, ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ്, ഇങ്ങനെയുള്ള എല്ലാ അനുബന്ധ സ്ഥാപനങ്ങളും അതിനോട് ചേർത്ത് കൊണ്ടുവരപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു തലശ്ശേരി വളവുപാറ റോഡിനെ കുറിച്ച്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും, അതിനകത്ത് കൂട്ടുപുഴ പാലം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധി നേരിട്ട പണി മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. 2 സംസ്ഥാന സർക്കാരുകൾ, കർണാടക സർക്കാരിൻ്റെ ഒരു ഭാഗം കൂടി ചേർന്ന് വരുന്ന ഒരു പ്രദേശം എന്ന നിലയിലുണ്ടായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും അവിടെ ഇടപെടൽ നടത്തുന്നതിനും സണ്ണി ജോസഫ് MLA എടുത്തിട്ടുള്ള അതീവ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് ഇന്ന് ആ പ്രദേശത്ത് ആ വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അതിൻ്റെ ഒരു വിജയത്തിലേക്കും എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്നത് എടുത്തു പറയാതെ പോകുന്നത് ശരിയല്ല. അതിനോടൊപ്പം തന്നെ ഇപ്പം മലയോര ഹൈവേ ആയാലും ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ അകത്ത്, ഒരു നിയോജക മണ്ഡലത്തിൻ്റെ അകത്തേക്ക് കടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് എഴുതി കൊടുക്കുന്നതും അത് ഏത് വേണമെന്ന് തീരുമാനിക്കപ്പെടുന്നതും ഒരു നിയോജക മണ്ഡലത്തിൻ്റെ അകത്തെ MLA തന്നെയാണ്. അപ്പോൾ ആ MLA എഴുതി കൊടുക്കുന്നതനുസരിച്ചാണ് വരുന്ന സ്കൂളുകളായാലും റോഡുകളായാലും പാലങ്ങളായാലും 7ഓളം പാലങ്ങൾ. ഇവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ആറളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് 35 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് ആറളം ഫാം ഉൾപ്പെടെയുള്ള അവിടെയുള്ള വളയഞ്ചാൽ പാലവും ഓടന്തോട് പാലവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് തുടക്കം കുറിക്കുന്നത്. ആ വളയഞ്ചാൽ പാലവും ഓടന്തോട് പാലവും കൊണ്ടുവരുന്നതിന് വേണ്ടിയും അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയും ഈ പണം വകയിരുത്തിയത് അന്നത്തെ ട്രൈബ്യൂണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്, സ്റ്റേറ്റ് ട്രൈബ്യൂണൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ റെഫറൻസ് നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒരു MLA എന്ന നിലയിലുള്ള ഇടപെടൽ വളരെ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഒപ്പം 13 കോടി രൂപ മുടക്കി, അതായത് കേളകം ഗ്രാമപഞ്ചായത്തിൽ, ഞാൻ ജീവിക്കുന്ന കേളകം ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്ത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനെ ആന ഒരു സുപ്രഭാതത്തിൽ ചവിട്ടിക്കൊന്നപ്പോൾ അവിടേക്ക് കടന്നു വന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും MLAയും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് 13 കോടി രൂപ മുടക്കി 10 കിലോമീറ്റർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായ ആനമതിൽ നിർമ്മാണം നടപ്പിലാക്കിയിട്ടത് കേളകം ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ 7ഓളം പാലങ്ങൾ, ഒട്ടനവധിയായ റോഡുകൾ, MLAയുടെ ഒരു ദീർഘവീക്ഷണമാണ് വികസനങ്ങളുടെ ആകെ തുക എന്നാണ് നിങ്ങളുടെ വിലയിരുത്തൽ. തീർച്ചയായിട്ടും. ഓക്കെ, തിരിച്ചു വരാം. ജയപ്രകാശ് കുട്ട, ഇടത് വലതു മുന്നണികൾ അവരുടെ വികസന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. നടുക്ക് നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു? നമ്മുടെ ഈ പേരാവൂർ നിയോജകമണ്ഡലം ഇന്നുള്ള അവസ്ഥയിൽ നിലവിൽ വന്നിട്ട് 15 വർഷം. ഈ 15 വർഷവും ഇവിടെ MLA ആയിരുന്നത് സണ്ണി ജോസഫ് അവരാണ്. ഈ പീരീഡിൽ ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്നൊന്നും പറയാൻ തയ്യാറില്ല. പക്ഷെ ഒരു മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ വികസനം എന്ന് പറയുന്നത് കേവലം റോഡുകളും പാലങ്ങളും മാത്രമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ, പ്രധാന റോഡുകളെല്ലാം മെക്കാഡം ടാറിങ് ചെയ്തിട്ട് സംഗതി ശരിയാണ്. പക്ഷേ കണക്റ്റഡ് ആയിട്ടുള്ള റോഡുകൾ, റൂറൽ ഏരിയയിലുള്ള റോഡുകൾ, ആ റോഡുകളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ഒന്ന് അറ്റകുറ്റപ്പണി നടത്താനോ അത് ഗതാഗത യോഗ്യമായ ഗ്രാമീണ മേഖലകളിൽ ഉദാഹരണത്തിന് കുറേ റോഡുകൾ പറയാൻ പറ്റും. ഇരട്ടി കീഴ്പള്ളി റോഡ്, നമ്മളെ ഇരട്ടി നെടുമ്പോയിൽ റോഡ്, അതൊക്കെ മെക്കാഡം തന്നെയാണ്. പക്ഷെങ്കിൽ ആ റോഡിൻ്റെ കൃത്യസമയത്ത് അറ്റകുറ്റപ്പണി നടന്നില്ല. ഒരു കൃത്യമായ രീതിയിൽ ഒരു വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്ക് ശ്രദ്ധിക്കാതെ ആ റോഡിൽ പോകാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്കിൽ പോലും മെക്കാഡം റോഡാകുമ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാനും അത് കഴിയുന്നില്ല. ഒന്ന് അതുപോലെ തന്നെ പാലങ്ങൾ ഇതുപോലെ അതൊക്കെ പൂർത്തീകരിച്ചിട്ട് 15 വർഷത്തിനിടയിൽ അതൊക്കെ ചെയ്യണമല്ലോ, ചെയ്യേണ്ട കാര്യം. പക്ഷെ വികസനം എന്ന് പറയുന്ന സമയത്ത് ജനങ്ങളുടെ സമഗ്രമായ വികസനം, അത്
ആരോഗ്യരംഗത്തായാലും ശരി, വിദ്യാഭ്യാസ മേഖലയിലും പശ്ചാത്തല മേഖലയിലും ഒക്കെ തന്നെ ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലേൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. താലൂക്ക് ആശുപത്രി, 2 പ്രധാന താലൂക്ക് ആശുപത്രിയാണ്, ഒന്ന് ഇരിട്ടിയിലും ഒന്ന് നമ്മുടെ പേരാവൂർ ഉള്ള താലൂക്ക് ആശുപത്രി. ഇന്ന് ആ ആശുപത്രിയുടെ സ്ഥിതി, ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് കാര്യമൊക്കെ ഇവിടെ പറയുന്നുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒച്ച നീങ്ങുന്ന പോലെയാണ് അതിൻ്റെ വർക്ക് നീങ്ങുന്നത്? അവിടെ പൊളിച്ചിട്ട്, ആ പേരാവൂർ താലൂക്ക് ആശുപത്രി പൊളിച്ചിട്ട് 5-6 വർഷമായി. രോഗികൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുക. അവിടെ 6 വർഷമായി പൊളിച്ചിട്ട്. 6 വർഷത്തോളമായി രോഗികൾ കഷ്ടപ്പെടുക. സ്ഥലത്തിൻ്റെ പ്രശ്നമൊന്നും അവിടെ ഇല്ല. മതിൽകെട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് കഴിച്ചു. ഈ പരിഹരിച്ചിട്ടും ഇപ്പം 1.5 വർഷമായി. ഇപ്പം ഇങ്ങനെ പില്ലർ എടുക്കുന്നു, ആൾ പോകുമ്പോൾ കുറേ മരാമത്ത് വകുപ്പ് ഇത് യന്ത്രങ്ങൾ ഉണ്ട്, ഇത് കാണാൻ എന്നല്ലാതെ ഒരു രോഗിക്ക് കൃത്യമായിട്ട് അവിടെ പോയി കൃത്യമായ ഒരു ചികിത്സ കിട്ടുന്ന സംവിധാനം പേരാവൂർ താലൂക്ക് ആശുപത്രിയില്ല. അവിടെ ചെല്ലുമ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരത്തേക്ക് റെഫർ ചെയ്യും. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, ഗവൺമെൻറ്റിലേക്ക് റെഫർ ചെയ്യും. ഈ രോഗി പരിഹാരത്തേക്ക് പോകണം. പേരാവൂരിൽ നിന്ന് പരിഹാരത്തേക്ക് വണ്ടിയും കൂട്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് അവിടെ ഉള്ളത്. ഒരു കാഷ്വാലിറ്റി സംവിധാനമില്ല. അപ്പോൾ എന്നെ സമാധാനമായിട്ട് അവിടെയൊക്കെ പ്രൈവറ്റ് കാര്യങ്ങളിലുണ്ട് ആൾക്കാർ ഒപ്പിച്ചു പോകുന്ന വലിയ പരാതിയൊന്നും പറയാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ ഈ മണ്ഡലത്തിനെ കുറിച്ചിട്ട് ഇതുവരെ നടത്തുന്നതിനും അതിനൊരു വികസന സമിതി യഥാർത്ഥത്തിൽ വിളിച്ചു ചേർക്കാൻ, രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ ഒരു വികസന സമിതി വിളിച്ചു ചേർക്കാനും സാധിച്ചിട്ടില്ല. കാരണം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ വർഷം മുതൽ നമുക്കൊരു വരദാനം ഞാൻ അതിനെ വിശേഷിപ്പിക്കും. കാരണം പേരാവൂർ നിയോജക മണ്ഡലത്തിൽ പെട്ട കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മുതൽ വലിയ രീതിയിൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത കർണാടകയിൽ ഉൾപ്പെടെ മറ്റ് അന്യസംസ്ഥാന കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര ഈ അന്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകാൻ തുടങ്ങി. അതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഗതാഗത സൗകര്യമില്ല, ടൂറിസം അവർക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള കാര്യങ്ങളൊന്നും അത് പെട്ടെന്ന് വന്നതല്ല. കഴിഞ്ഞ വർഷം കുറച്ച് കൂടുതൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലെ കൂടിയൊക്കെ വലിയ പബ്ലിസിറ്റി വന്നുകൊണ്ട് ഇപ്പം ഞാൻ ചുരുക്കി പറയുന്നത്, ഈ മണ്ഡലത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഇതുപോലെ ഓൾ ഇന്ത്യ തലത്തിൽ പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രം, കൊട്ടിയൂർ മഹാക്ഷേത്രം, ഈ പേരാവൂർ എന്ന് പറയുന്നത് തൊണ്ടി. ഈ തൊണ്ടിക്കൊരു പ്രത്യേകതയുണ്ട്. മലയോര കുടിയേറ്റ മേഖലയുടെ ആദ്യത്തെ സ്ഥലമാണ്, കേന്ദ്രമാണ്. അതിപ്പോൾ തീർത്ഥാടന ക്രൈസ്തവ വിശ്വാസത്തിൽ അതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, പിന്നെ ഈ മലയോര മേഖലയാണ്. ഇവിടെ പിന്നെ ഈ വിഭവങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ കാട്ടുതേന്, ഇപ്പം നമ്മൾ കശുവണ്ടി കർഷകരാണ്, കശുവണ്ടിയുണ്ട്, ചക്ക, ഇതൊക്കെയാണ് വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. എത്രയോ ആരും ശ്രദ്ധിക്കാതെ ചക്കയുടെയൊക്കെ മഹാന്യം. വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ പിന്നെ തായ്വാൻ, ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ ചക്ക കൊണ്ട് അവർ കോടിക്കണക്കിന് സമ്പാദിക്കാം, മൂല്യവർദ്ധിത ഉത്പാദനങ്ങൾ ഉണ്ടാക്കിയിട്ട്. നമ്മളൊരു ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ കുറെ കാലം നാളികേരൊക്കെ നശിച്ചു. അതിലേക്ക് വരാം. അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള വികസനം റോഡും പാലവും മാത്രം പോരാ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ മതിൽ, പിന്നെ ആനമതിലിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ സ്ഥിതി? 14ഓളം ആളുകൾ ഫാമും അതിനകത്ത് മനുഷ്യജീവൻ പൊലിഞ്ഞ ജീവനും ചർച്ച ചെയ്തേ പറ്റൂ. അവിടെ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ പിന്നെ മന്ത്രിമാരും ഒക്കെ അവിടെ വരും, പ്രസ്താവന ഇറക്കും, പോകും. നമ്മൾ ഈ വികസനം പറയുമ്പോൾ ആദ്യം നമ്മൾ പുറത്ത് നിൽക്കുന്ന നിങ്ങളെ മണ്ഡലത്തിലല്ലാത്ത ആളുകളുടെ മനസ്സിലേക്ക് പേരാവൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക ഈ പാവപ്പെട്ട മനുഷ്യരുടെ പൊലിഞ്ഞ ജീവനുകളാണ്. എത്ര മനുഷ്യരെ, എത്ര പേർ ഇതിനകം ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു, ഒരു ഭാഗത്ത് പുലി ഇറങ്ങുന്നു, അങ്ങനെ പല രീതിയിലുള്ള വന്യമൃഗശല്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ആ മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്? ഞാനത് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ മറ്റ് ലിസി, അതുപോലെ തന്നെ നമ്മളെ കേരള പഞ്ചായത്ത് പ്രസിഡന്റ് ലിസിയും അതിന് മറുപടി പറഞ്ഞിട്ട് വേണം പോകാൻ, അല്ലേ? ആ മറുപടി പറയൂ, അതിനുശേഷം സമയം അനുസരിച്ച് മുന്നോട്ട് പോകാം. ശ്രീ ജയപ്രകാശ് പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. പേരാവൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ പേരാവൂരിൻ്റെ MLA പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു മുമ്പ് ശൈലജ ടീച്ചർ MLA ആയിരിക്കുന്ന സമയത്ത് വലിയ വികസന സെമിനാറൊക്കെ സംഘടിപ്പിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, വികസന കാഴ്ച എല്ലാവരെയും വിളിച്ചു ചേർത്തെല്ലാം അങ്ങനെ ഒരു സെമിനാർ ഒന്നും നടത്താറില്ല, ഒരു യോഗം നടത്തിയിട്ടില്ല.
അങ്ങനെ ഒരു കാഴ്ചപ്പാട് വിവരിച്ചിട്ടില്ല. എന്താണ് പിന്നെ എം എൽ എക്ക് അവിടെ പണി? ഈ റോഡും സ്കൂളൊക്കെ എം എൽ എയുടെ പണി ഞാനിപ്പോൾ ഈ യോഗത്തിൽ പറയുന്നില്ല. പറയണല്ലോ. അങ്ങനെ പറയാൻ അത് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കുക. അല്ല, വ്യാഖ്യാനിക്കുക. അതിനാണ് താല്പര്യം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നുള്ളതാണ്. അതിൽ എങ്ങനെയാണെന്ന് പോകുന്നത് ഞാൻ പറയുന്നില്ല. അത് പറയണല്ലോ. അതെല്ലാം പ്രശ്നം എന്താ പറയുക ബിനോയ്, ഈ പ്രേക്ഷകർ അതിലൊരു സ്വകാര്യതയുണ്ട്. ജനപ്രതിയുടെ സാന്നിധ്യം എല്ലായിടത്തും വേണം, തർക്കമൊന്നുമില്ല. മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും ആളുകളുടെ സുഹൃത്തെല്ലാം പോകണം, തർക്കമൊന്നുമില്ല. പക്ഷെ അത് മാത്രമായി പോയാൽ പോരാ. അത് മാത്രമാണ് ഈ എം എൽ എയുടെ പണി. ഇപ്പോൾ ഒരു വികസന കാഴ്ചപ്പാടില്ല, ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല, ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഇടപെടുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പോൾ ടൂറിസം, കൊട്ടിയൂർ വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി ഇല്ലേ, ലക്ഷക്കണക്കിന് ആൾ വരുന്ന കേന്ദ്രമാണ്. മുഴക്കുന്ന ശൈലേശ്വരി ഈ കേരളത്തിന്റെ ഭാഗത്ത് നല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ആൾ വരുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ പേരാവൂര് തൊണ്ടിയിലെ പള്ളി തീർത്ഥാടന കേന്ദ്രമുണ്ട്. അങ്ങ് മുണ്ടേവറമ്പ് തർക്കമിത്തൽ ഭഗവതി ക്ഷേത്രം, ആയിരക്കണക്കിന് ആൾ വരുന്നു. കണ്ണവും മക്കവും പേരാവൂരിലാണോ? അതുപോലെ തന്നെ നമ്മുടെ ഏലപ്പീടിക, കൊട്ടിയൂര്, ബാരാപ്പൂൾ, ഇങ്ങനെ ഒരുപാട് ആറളം വന്യജീവി സങ്കേതം, ഒരുപാട് ടൂറിസം സാധ്യതയുള്ളതാണ്. ഇതുവരെ ഒരു 5 നയാ പൈസ ടൂറിസവുമായി ബന്ധപ്പെട്ട് എം എൽ എ വകയിരുത്തിയിട്ടില്ല. എന്ന് മാത്രമല്ല ഒരു ചർച്ച പോലും നടത്തണ്ടേ ഒരു ബന്ധപ്പെട്ട്? നാടിന്റെ വികസനം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടും ഇല്ല, അങ്ങനത്തെ രീതിയില്ല. എം എൽ എ ഫണ്ട് 5 കോടി കിട്ടും, അത് വീതം വെച്ച് കൊടുക്കും. ലെറ്റപ്പള്ളി കൊടുത്ത് തീർന്ന് പണി തീർന്നു. പിന്നെ PA ഒന്നവിടെ പ്ലാനിങ്ങിൽ വിളിച്ച് ഒന്നതിൻ്റെ ഫോളോ അപ്പ് നടത്തിയാൽ മതി. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ വേറെ വികസനവുമായി ബന്ധപ്പെട്ട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് കാഴ്ചപ്പാടുമായിട്ട് ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഒരു സെക്കൻഡ്, അതിനൊരു ലിസി അല്ല തിരിച്ചു വരാം. അല്ല ലിസി, ഇത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവെ നാട്ടിൽ നടക്കുന്ന വികസന. ഇപ്പം ഈ പറയുന്ന വളരെ ജയപ്രകാശ് തുടങ്ങി വെച്ചതും ബിനോയ് പറഞ്ഞു അതുമായ കാര്യങ്ങൾ ഒരു നാടിൻ്റെ മുഖം മാറുന്ന വലിയ ടൂറിസം ആത്മീയ ലെവലിലുള്ള വലിയ മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യത ഒരു പക്ഷേ ആ നാടിൻ്റെ സമ്പദ്ഘടന തന്നെ മാറ്റാവുന്ന വലിയ കൊട്ടിയൂരും അതുപോലെ തന്നെ ഈ പറയുന്ന തുണ്ടിയിൽ പള്ളിയും കണ്ണവും മക്കാമും ഈ മുണ്ടയാട് ക്ഷേത്രവും ഒക്കെ ഉൾപ്പെടുത്തി മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഇതൊക്കെ ഉൾപ്പെടുത്തി വലിയ സഭ. ഒരു ഡിസ്കഷനും ഇല്ല, ഒരു സെമിനാറും ഇല്ല. ജനപ്രതിനിധി മരണത്തിനും കല്യാണത്തിനും പോകുന്ന ഒരു ഓടി നടക്കുന്ന ഒരാളായി മാത്രം മാറി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു? അതിനകത്തേക്ക് ഞാൻ വരാം. ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ബിനോയ് കുര്യൻ ശരിക്കും അങ്ങ് വഴുതി മാറുക ചെയ്ത്. അദ്ദേഹത്തോടുള്ള ചോദ്യം എന്ന് പറയുന്നത് ആർളം മനുഷ്യരെ ചോദിക്കാതെ ഈ ആദിവാസി പാവപ്പെട്ട മനുഷ്യരിലേക്ക്. അതെ, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ അത് ഒരു പ്രദേശത്തിന്റെ ടൂറിസം ആയാലും മറ്റേത് തരത്തിലുള്ള വികസനമായാലും അതിനാദ്യമായി അടിസ്ഥാനപരമായി വേണ്ടത് അടിസ്ഥാന വികസനം തന്നെയാണ്. അടിസ്ഥാന വികസനം ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റുകളും കടന്നു വരും. അടിസ്ഥാന വികസനം ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. അതാ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 15 വർഷക്കാലത്തിനു മുൻപുള്ള ഒരു പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാലേ ഈ 15 വർഷം കൊണ്ട് പേരാവൂർ നിയോജക മണ്ഡലം എവിടെ നിന്ന് എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് അവിടേക്ക് ഞാൻ വരാം. KSRTC എന്ന് പറയുന്ന ഒരു ഡിപ്പോ ശൈലജ ടീച്ചറിന്റെ കാലത്ത് അവിടെ ഉദ്ഘാടനം ചെയ്തതാണ്. 2 ദിവസം ഇരിട്ടിയില് ഡിപ്പോയിൽ ബസ് കയറി ഇറങ്ങിപ്പോയി. ഞാൻ ശ്രീ ബിനോയ് കുര്യൻ സംസാരിച്ചപ്പോൾ എനിക്ക് മറുപടി പറയാനില്ലാത്തത് കൊണ്ടോ ഇടപെടാനില്ലാത്തത് കൊണ്ടോ അല്ല ഇടപെടാതിരുന്നത്. അതൊരു ചർച്ചയാണ്, അതിന്റെ ഒരു മര്യാദയുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം അങ്ങോട്ട് കയറി ഇടപെടാതിരുന്നത്. അപ്പം ഡിപ്പോ എന്ന് പറയുന്ന സംവിധാനം അവിടെ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം ബസ് കയറിപ്പോയി. അവിടെ ഒരു ഉത്തരവില്ല, അതിനാവശ്യമായ ഒരു സർക്കുലർ ഇല്ല, ഒരു ഗവൺമെന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ പോലും കൊടുക്കാതെയാണ് അവിടെ ഒരു KSRTC ഡിപ്പോയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ താലൂക്കിന്റെ സ്ഥലത്തൂടെ അനുമതിയില്ലാതെ റോഡ് വെട്ടി പഞ്ചായത്തിന് അനുവദിച്ച കമ്മ്യൂണിറ്റി സെന്റർ പണിയാൻ അനുവദിച്ച സ്ഥലത്ത് ബസ് കയറ്റി റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തടഞ്ഞ് ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തടഞ്ഞതിന്റെ ഫലമായി ഡിപ്പോയിൽ നിന്നുപോയി KSRTC ഡിപ്പോ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോയി. അതിനുശേഷം 2016 ഇവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെയാണല്ലോ ഇപ്പൊ പറഞ്ഞത്. കമ്മിറ്റി വിളിക്കുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെയാണല്ലോ പറയേണ്ടത്. വിളിക്കേണ്ട കമ്മിറ്റികളെല്ലാം കൃത്യമായി വിളിക്കുകയും വിലയിരുത്തൽ നടത്തുകയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുൾപ്പെടെയാണെങ്കിലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥരുൾപ്പെടെയാണെങ്കിലും ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും വിളിക്കേണ്ട കമ്മിറ്റികളൊക്കെ കൃത്യമായി വിളിച്ചു പോകുന്ന ഒരു MLA ആണ്. ഇവരൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു 2016.
ഈ ഇരിട്ടി KSRTC ഡിപ്പോയുടെ സുഗമമായ കൊണ്ടുവരലിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ശ്രീധരൻ ചെയർമാനും ശ്രീ അശോകൻ കൺവീനറുമായിട്ടുണ്ടാക്കിയ ഒരു കമ്മിറ്റി. ആ കമ്മിറ്റി ഒരു തവണയെങ്കിലും ഒരു യോഗം ചേർന്നോ എന്നുള്ളതിനൊരു മറുപടി കിട്ടണം, ഒരു തവണയെങ്കിലും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ വികസനം മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്കാണല്ലോ ചർച്ച കൊണ്ടുപോയത്. അങ്ങനെയാണെങ്കിൽ കീഴ്പള്ളി CHCയിൽ ഒരു ഡയാലിസിസ് സെന്റർ, അത് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തറക്കല്ലിട്ട് ഉദ്ഘാടനം ചെയ്ത ഒരു ഡയാലിസിസ് സെന്ററാണ്. എന്താണ് ആ ഡയാലിസിസ് സെന്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? എന്തുകൊണ്ടാണ് അത് കൊണ്ടുവരാൻ സാധിക്കാതെ പോയത്? MLA സണ്ണി ജോസഫ് ആയതുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ ഒരു ഉത്തരം പറയണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടത്താപ്പ് നയം പേരാവൂർ നിയോജക മണ്ഡലത്തിനോട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞു പോകാതെ ഇരിക്കുന്നത് ശരിയല്ല. ഇപ്പൊ ഇവിടെ കേരള സദസ്സ് സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് നടത്തിയ കേരള സദസ്സിലൂടെ എന്താണ് ജനങ്ങൾക്ക് സംഭാവന ചെയ്തത് എന്ന് പറയണം. ഒരു ബസ് ഷെഡിൽ കയറ്റി ആർക്കും ഉപകാരമില്ലാത്ത അവസ്ഥയിൽ കോടി രൂപ മുടക്കി എന്നതിനപ്പുറത്തേക്ക് മന്ത്രിമാരും കുറെ ആളുകളും വന്ന് കുറെ അധികം പണം ചിലവഴിച്ചു എന്നതിനപ്പുറത്തേക്ക് എന്ത് ചെയ്തു എന്ന് പറയണം. 1000 കോടി രൂപ അനുവദിച്ചതിനകത്ത് ഒരു നിയോജക മണ്ഡലത്തിന് കൊടുത്ത 7 കോടി രൂപ കൃത്യമായി MLA-മാർ എഴുതി കൊടുത്ത, അത് പേരാവൂർ മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, MLA-മാർ എഴുതി കൊടുത്ത ലിസ്റ്റിൽപ്പെട്ട 2 റോഡുകളാണ് ആ 7 കോടി രൂപയിൽ അനുവദിക്കപ്പെട്ടത്. അപ്പോൾ ഈ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ, ഗവൺമെന്റ് തലത്തിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അതെല്ലാം MLA-യുടെ മേലേക്ക് ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നയവും ഒരു നുണപ്രചരണവും ഒരു കള്ളത്തരവുമാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ഉണ്ടാക്കി. ഒറ്റ കാര്യം കൂടി ഇവിടെ പറഞ്ഞു, MLA കല്യാണ വീടുകളും മരണ വീടുകളും കയറി ഇറങ്ങി നടക്കുന്നു. അതാണ് ഇവർക്ക് പ്രശ്നവും. കാരണം MLA ഒരു ജനകീയനാണ്. ഒരു ജനകീയനായ MLA വിളിക്കാത്തിടത്ത് ആർക്കും കല്യാണത്തിന് പോകാൻ പറ്റില്ലല്ലോ. നാട്ടുകാർ മുഴുവൻ വിളിക്കുന്നു. CPM-ന്റെ ആളുകളും BJP-യുടെ ആളുകളും പോലും സണ്ണി ജോസഫ് MLA-യെ കല്യാണത്തിനും കയറി താമസത്തിനും വിളിക്കുന്നുവെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ ചോദിച്ച ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നാടിന്റെ ഇപ്പൊ പറഞ്ഞ ഈ കൊട്ടിയൂരും തുണ്ടിയിലും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഇപ്പം അത്തരത്തിലുള്ള വികസന സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് എത്ര വികസന സെമിനാറുകൾ ആ മണ്ഡലത്തിൽ നടന്നു? എത്ര ചർച്ചകൾ നടന്നു? അതാണ് എന്റെ ചോദ്യം. വികസന സെമിനാറുകൾ എല്ലാ നാട്ടിലും നടക്കലുണ്ട്, അവിടെ നടന്നിട്ടുണ്ടോ? വികസന സെമിനാറുകൾ വ്യാപകമായ രീതിയിൽ വിളിച്ചു ചേർത്തിട്ടില്ല. ഇല്ല. പക്ഷേ ഓരോ മേഖലകളിലും അതിൻ്റെതായ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ നിരന്തരമായി നടക്കുന്നുണ്ട്. ഇപ്പൊ ജൂൺ മാസത്തിൽ നടക്കേണ്ട കൊട്ടിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടാവേണ്ട, കഴിഞ്ഞ വർഷമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു തള്ളലും ഒരാളുകളുടെ വരവും അത്ര വലിയ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഒരു പാലം കൊണ്ടുവരാൻ, ആ പാലം കൊണ്ടുവന്നുകൊണ്ട് ഒരു ബൈപ്പാസ് റോഡിന്റെ പ്രവർത്തനം, ആ ബൈപ്പാസ് റോഡിലെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പണം വകയിരുത്തിക്കൊണ്ട് ആ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തി അവിടേക്ക് ആളുകൾക്ക് സുഗമമായി എത്തിച്ചേരുന്നതിനുള്ള സംവിധാനം ഒരുക്കാനുള്ള സാഹചര്യം MLA അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ദേവസ്വവുമായി ചേർന്നുകൊണ്ട് ആ കൊട്ടിയൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ ദിവസങ്ങളിൽ വിവിധങ്ങളായ സമയങ്ങളിൽ ആ ക്ഷേത്രത്തിലേക്ക് നടക്കാനിരിക്കുന്ന ഉത്സവം എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് അവിടെ ആലോചന യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. മൊത്തത്തിലുള്ളൊരു വികസന കാഴ്ചപ്പാടോടുള്ള സെമിനാറുകൾ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്?